ബിസ്മില്ലാഹി വലജിന ബിസ്മില്ലാഹി ഖറജന എന്ന് തുടങ്ങുന്ന ദിക്റുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ സനദിൽ പിന്നെ ദുർബലതയുണ്ട് എന്ന് ചില പണ്ഡിതന്മാരുടെ പ്രഭാഷണത്തിൽ കേൾക്കാനിടയായി. എന്നാൽ മറ്റു ചിലർ ഇത് ചൊല്ലണമെന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ എന്താണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ അന്വേഷിച്ചുകൊണ്ടാണ് ഏതാനും ചോദ്യകർത്താക്കൾ ഈ ഹദീസിൽ ഇൻഖിതാ ഉണ്ട് എന്ന് ചില പണ്ഡിതന്മാർ, അതേ സനദിൽ രണ്ട് ആളുകൾക്കിടയിൽ ഒരാൾ മുറിഞ്ഞു പോയിട്ടുണ്ട്, കണ്ണി മുറിഞ്ഞു പോയിട്ടുണ്ട് എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പിന്നെ അപ്പോൾ അതിൽ മുഹമ്മദ് നാസറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി പോലുള്ള ആളുകളൊക്കെ ആദ്യം ഈ ഹദീസ് സ്വഹിയാണെന്ന് പറഞ്ഞിരുന്നു. പിന്നീട് ചില ആളുകൾ, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായ ആളുകൾ അദ്ദേഹത്തിന് അത് ബോധ്യപ്പെടുത്തി കൊടുത്തു, ഇങ്ങനെ പ്രശ്നം. അപ്പോൾ അദ്ദേഹം അത് തിരുത്തുകയും അത് ദുർബലമാണ് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ചില പണ്ഡിതന്മാർ, ചില വിഭാഗം പണ്ഡിതന്മാർ അത് ദുർബലമാണ്, അതിൽ ഇൻഖിതാ ഉണ്ട്, അത് മുർസലാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വേറെ ചില പണ്ഡിതന്മാർ, അഹ്ലുസുന്നയുടെ നല്ലൊരു വിഭാഗം പണ്ഡിതന്മാർ അത് ഹസനാണ് എന്ന് പറഞ്ഞാൽ ആ ദുർബലത ചെറിയ ദുർബലതയാണ്, പരിഹരിക്കാൻ പറ്റുന്ന ദുർബലതയാണ്, ലഈഫാക്കാൻ പറ്റുന്ന അത്ര കട്ടിയുള്ള ദുർബലതയല്ല, അതുകൊണ്ട് ആ ഹദീസ് സ്വീകാര്യമാണ് എന്ന് പറഞ്ഞു. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി പോലുള്ള പണ്ഡിതന്മാരൊക്കെ ഈ അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ആ പ്രാർത്ഥന ഹസൻ എന്നുള്ള പദവിയിലാണ് അദ്ദേഹം പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരാൾ വീട്ടിലേക്ക് കയറുമ്പോൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ അതെന്താണ്, ശരിയാണ്, അത് സ്വീകാര്യമാണ്, അത് അനുവദനീയമാണ് എന്നുള്ള അഭിപ്രായമാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരാൾ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു കാര്യത്ത് ആയതുകൊണ്ട് അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് മസലപരമായ ഇത്തരം അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ നമുക്കത് എന്ത് ചെയ്യാം, അത് അനുവദനീയമാണ്. ഒരാൾ ഈ പ്രാർത്ഥന വീട്ടിലേക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ അതെന്താണ്, തെറ്റല്ല, അത് അനുവദനീയമാണ്. കാരണം ഈ ഹദീസിന് സ്വഹിയാണെന്ന് പറഞ്ഞവരുണ്ട്, ഹസനാണെന്ന് പറഞ്ഞു. ഈ ദുർബലമാണ് എന്ന് പറയുന്ന ആളുകൾ പറയുന്ന ദുർബലത അത് എന്താണ്, പരിഹരിക്കാവുന്ന ചെറിയ ദുർബലതയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഹദീസിന് എന്ത് ചെയ്യാം, ഹസൻ എന്ന പദവിയിലേക്ക് ഉയർത്താം എന്നുള്ള അഭിപ്രായമാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഈ രണ്ട് അഭിപ്രായങ്ങളെയും ചേർത്ത് വെച്ചിട്ട് പണ്ഡിതന്മാർ പറയുന്ന, ഒരാൾ വീട്ടിൽ കയറുമ്പോൾ ബിസ്മില്ലാഹി വലജന എന്നുള്ള ആ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞാൽ അതെന്തല്ല, തെറ്റല്ല, അത് അനുവദനീയമാണ് എന്നുള്ള അഭിപ്രായമാണ് ശരിയായിട്ടുള്ള അഭിപ്രായമായിട്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത്.